ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പം എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ടുള്ള ഓർമ്മ ഉണ്ട്. കാരണം ആദ്യമായിട്ടുണ്ടാകുന്നതൊക്കെ നമ്മൾ ഓർക്കുമല്ലോ ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ എന്തോ 8ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു പീരീഡ്സ് ആയത്, ഫസ്റ്റ് പീരീഡ്സ് ആയത്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത്, തോളമ്പ്ര UP സ്കൂൾ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവിടെ പഠിക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുമല്ലോ, നമ്മളെ ക്ലാസ്സിലെ കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ കുറേയൊക്കെ ആയി. പക്ഷേ എനിക്കായില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, പെട്ടെന്ന് പീരീഡ്സ് ആയാൽ മതി. ഭയങ്കര തിരക്കാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചേച്ചിയുണ്ട്, ചേച്ചിക്ക് പീരീഡ്സ് ആയല്ലോ. അപ്പോൾ ഓളിങ്ങനെ എക്സ്പീരിയൻസ്, ഓൾക്കിങ്ങനെ ഭയങ്കര വയറുവേദനയിച്ചൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ എനിക്കിതിൻ്റെ ഓൾ പറയും നീ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഞാൻ എനിക്കും പീരീഡ്സ് ആണ്. അപ്പോൾ ഓൾ പറയുന്നത് നീ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വേദനയായിരിക്കും, അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ, നീ ഇപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നില്ല, അങ്ങനെ നിന്നെപ്പോലെ ആയാൽ മതിയായിരുന്നു, മാസത്തിലുള്ള വേദന സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓൾ പറയുന്നുണ്ട്. അന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് വയറുവേദന എന്നറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. പെട്ടെന്ന് പീരീഡ്സ് ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ്സിൽ ലാസ്റ്റ് വെക്കേഷനല്ല, ജനുവരി മാസമായിരുന്നു ആയത്. ജനുവരി 12-നാണ് എനിക്ക് പീരീഡ്സ് ആയത്. അപ്പോൾ ജനുവരി മാസം ഇങ്ങനെ എന്താ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു അബി, അഞ്ജു, ഞാൻ ഒക്കെയാണ് ഒരു ടീമിലുള്ളത്. അപ്പോൾ നിഷ്ന അവരൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അബിക്കോ അഞ്ജുനോ ആരാണ് ഞാൻ ഓർക്കുന്നില്ല. അവർക്ക് ആർക്കും ജനുവരി 6-നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 12-ന്, പിന്നെ വേറൊരു ഫ്രണ്ടിന് 21-ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ എന്താ നമ്മളെ ഇടയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പീരീഡ്സ് ആവുന്നുണ്ട്, ശരീരത്തിൽ ഭയങ്കര കൊഴുപ്പ്, അങ്ങനെയൊക്കെ ആരൊക്കെയോ പറയുന്ന കേട്ടിട്ട് എന്തൊക്കെയോ വണ്ടലും എടുക്കുകയായിരുന്നു ആൾക്കാർ. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഫ്രണ്ടിനായതിനു ശേഷം എനിക്ക് പീരീഡ്സ് ആയി. അതിനുശേഷമാണ് എൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു ഫ്രണ്ടിന് പീരീഡ്സ് ആയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി നേരത്തെ അറിയാം. എന്താണെന്ന് വെച്ചാൽ ഏച്ചിക്ക് ആവുന്നതുകൊണ്ട് ഏച്ചി എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അന്നേരം എനിക്കാണെങ്കിൽ ലീവുള്ള ദിവസമായത്, എനിക്കൊന്ന് സാറ്റർഡേയോ സൺഡേയോ സ്കൂളില്ലാത്തൊരു ദിവസമാണ് എനിക്കായത്. അത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പീരീഡ്സായി. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാലോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പീരീഡ്സ് ആയത്. അതിനുശേഷം ഫസ്റ്റ് എനിക്ക് തുണിയാണ് വെച്ച് തന്നത് കേട്ടോ, നമ്മളെ കോട്ടൻ്റെ ക്ലോത്തിൽ അതാണ് വെച്ച് തന്നത്, പാഡൊന്നും അല്ല വെച്ച് തന്നത്. ഫസ്റ്റ് തുണിയാണ് വെച്ചത്. ഇനിയിപ്പോൾ പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ ഒരു ആദ്യമേ പാഡൊന്നും കൊണ്ട് ജീവിച്ച ആൾക്കാരല്ലല്ലോ നമ്മൾ. അപ്പോൾ പാഡല്ലായിരുന്നു. പിന്നെയാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ഇതൊക്കെ ആയപ്പോൾ തുണിയായിരുന്നു വെച്ചത്. പിന്നെ നമുക്ക് പാഡ്, പിന്നെ അംഗനവാടിയിൽ നിന്നൊക്കെ കൗമാരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് പാഡ് കിട്ടും. ഒരു പാഡിന് 1 രൂപ അങ്ങനെ വെച്ചിട്ട് മാസത്തിലോ ആഴ്ചയിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. മാസത്തിലങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കോ ഏച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ അംഗനവാടിയിലൊക്കെ കൗമാര ക്ലാസ്, പിന്നെ നമ്മളുടെ പഞ്ചായത്തുകളിലൊക്കെ കൗമാര ക്ലാസ് അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു നമ്മളെ. അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് അറിയാം. പിന്നെ കൗമാര കുട്ടികൾക്കുള്ള ക്ലാസ്സുകളിലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും. അപ്പോൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വിത്ത് ഫോട്ടോ അടക്കം കാണിച്ചിട്ട് നമുക്ക് കുറേ ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏച്ചി എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ ഏച്ചിക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, ഏച്ചി എനിക്ക് ഷെയർ ചെയ്തതെന്ന് അങ്ങനെ എനിക്കറിയായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വലിയ കുട്ടികളായല്ലോ, ഹൈസ്കൂളിലേക്ക് പോയല്ലോ. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേരാണല്ലോ, നമ്മുടെ ഫ്രണ്ട്സിന് ഓരോരുത്തർക്കും എന്ന് വെച്ചാൽ ഒരാളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽ എനിക്ക് കിട്ടും, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽ എനിക്ക് കിട്ടും, വേറെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽ എനിക്ക് കിട്ടും. അങ്ങനെ പല വീടുകളിൽ നിന്ന് പല ഇതായിട്ട് നമ്മൾ കളക്ഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അതിനെപ്പറ്റി അറിയാലോ. അങ്ങനെ പിന്നെ എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയി. ഞാൻ നമ്മൾ കണ്ടൻറ്റിൽ നിന്ന് പോയി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ആയത് സാറ്റർഡേയോ സൺഡേയോ ഏതോ ഒരു ലീവുള്ള ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഏച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏച്ചി എനിക്കിങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി നോക്കണം, ഓള് തുണിയൊക്കെ വെച്ച് തന്ന്, അങ്ങനെയൊക്കെ വെച്ച് തന്ന്, പാഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണിയൊക്കെ ഓളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ പാഡൊക്കെ കൊണ്ടുവന്നത്. പിന്നെ പാഡും കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ്, ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതെൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തെന്ന് കേട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ അന്ന് ഫസ്റ്റ് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും, ഫസ്റ്റ് ദിവസം എങ്ങനെ വയറുവേദന ഉണ്ടാവുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ വയറുവേദന ഇല്ലായിരുന്നു. ചെറുതായിട്ടൊരു അടിവായിട്ടുള്ളൊരു വേദന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഹെവി വേദന ഒന്നുമില്ല കേട്ടോ, നൈസായിട്ടൊരു വേദന. അപ്പം ഞാൻ വെച്ചത് ഞാൻ ടേച്ചറോട് പറഞ്ഞു, ടേച്ചറാണെങ്കിൽ വയറുവേദന ഉണ്ട്. നമ്മൾ വയറുവേദന ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു എന്നാൽ നിനക്ക് വയറുവേദന ഇല്ല. അവൾ പറഞ്ഞാൽ വരുമായിരിക്കും. പിന്നെ ഓക്കെ, എന്താ പറയുക, എനിക്ക് ചില ആൾക്കാർക്ക് വയറുവേദന ഉള്ള ആൾക്കാരുണ്ട്, വയറുവേദന ഇല്ലാത്ത ആൾക്കാരുണ്ട്. പീരീഡ്സ് ആയ ഒടുക്കത്തെ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഛർദ്ദിക്കലും പിന്നെ
വയറുവേദന കുടിച്ചിട്ട് നിർത്തുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ എന്നോട് നിനക്കെന്താ പീരീഡ്സ് ആയിട്ട് എന്താ വേദന ഇല്ലാത്ത? എനിക്കറിയില്ല, എനിക്ക് വേദനയൊന്നുമില്ല. അന്ന് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് ആയ ദിവസം നമുക്ക് എന്താ മധുരം കഴിക്കണം, ഗോൾഡ് അങ്ങനെ ഗോൾഡൊന്നും ഞങ്ങളുടെ സിസ്റ്റത്തില്ല, ഞാൻ അത് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ മധുരം തരും അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്താ പലഹാരങ്ങളൊക്കെ മേടിച്ച് അടിപൊളിയാക്കി കളറാക്കി, അതെനിക്ക് ഓർമ്മയുണ്ട്. തിന്നായിട്ട് നമ്മൾ മറക്കില്ലല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ പക്ഷെ അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ നാളെ സ്കൂളിൽ പോയിട്ട് പറയാമല്ലോ, എനിക്ക് പീരീഡ്സായി. സംഭവം 8ാം ക്ലാസ്സിൽ നിന്ന് പീരീഡ്സായി. കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ പകുതി ഒട്ടുമിക്ക ആൾക്കാർക്കും പീരീഡ്സായി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, വലിയ ആളായി, അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്തുള്ള ഓരോരോ ഇത് ഇപ്പോൾ വിചാരിക്കുന്ന ആവേണ്ടിയിരുന്നു. അപ്പം അങ്ങനെ പീരീഡ്സായി. അത്ര വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത മാസം മുതൽ വേദന തുടങ്ങി. ചെറുതായി വേദന തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഭയങ്കര വേദനയാണ് ഈ സമയം വരെ. ഇപ്പം ഞാൻ ഗുളിക കുടിക്കല, കാരണം അധികം വർക്കുള്ള ദിവസങ്ങളിലായിരിക്കും എനിക്ക് പീരീഡ്സ് ആണ്. മെഡിസിൻ കഴിക്കാൻ പാടില്ല എന്ന് 100 ആൾക്കാർ പറയും, പക്ഷെ നമുക്കത് കേട്ടിക്കാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ നമ്മൾ അറിയാണ്ട് കുടിച്ചു പോകും. ഞാനങ്ങനെ കേട്ടാ, ഞാൻ ആരെയും വർത്താനം കേൾക്കില്ല. കാരണം കുറേയൊക്കെ സഹിച്ച് പിടിക്കും. നമ്മൾ ഉറക്ക് പോകും, നമുക്ക് ദേഷ്യം കൂടും, നമ്മളെ ഫുൾ ആ ദിവസം പീരീഡ്സ് ആയി എന്ന് കണ്ടാൽ തന്നെ എനിക്ക് എൻ്റെ ദിവസം അന്ന് പോയി. എനിക്ക് ആവണ്ടില്ലായിരുന്നു തേങ്ങ. എന്താ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ഭണ്ഡാരം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ കറങ്ങും ഇവിടെ കറങ്ങാൻ പറയുമ്പോഴേക്കും ഇത് വരുന്നത്. ചിലപ്പം കറങ്ങാൻ പോയെടുത്തുനിന്നായിരിക്കും ചിലപ്പം പീരീഡ്സ് ആവുന്നത്. അപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മൾ പാടൊന്നും കരുതിയില്ലെങ്കിൽ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി കപ്പായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇപ്പോൾ കപ്പായതുകൊണ്ട് നമുക്ക് എടുത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. പാഡാകുമ്പോൾ ഒരു പാഡന്നെ അയച്ച് പിടിക്കണം. ഇതാകുമ്പോൾ ചെറിയ കപ്പാകുമ്പോൾ നമുക്ക് പോക്കറ്റിലിട്ട് നടക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ പിന്നെ ഷെയർ ചെയ്തല്ലോ, ഇതൊക്കെയായിരുന്നു എൻ്റെ. പിന്നെ ഞാൻ എന്താ സ്കൂളിൽ പോയി ചിലയിടത്ത് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സായി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പാഡൊക്കെ വെച്ചിരുന്നു കേട്ടോ. എനിക്ക് അങ്കനവാടിയിലൊക്കെ കിട്ടുന്നത് കട്ടിയില്ലാത്ത പാഡായിരുന്നു. പിന്നെയാണ് വിസ്പർ വന്നത്, സ്റ്റേ ഫ്രീ വന്നത്. പിന്നെ ആ ടൈം എന്ന് പറയുമ്പോൾ പീരീഡ്സായി എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ മുമ്പിൽ ഭയങ്കര നാണാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പീരീഡ്സായി എന്നൊക്കെ പറഞ്ഞാൽ വയറ് വേദന എന്ന് പറയും. അപ്പോൾ ചില ബോയ്സ് പറയും സ്കൂളിൽ നിന്ന് നമ്മളിപ്പോൾ ബാത്റൂമിൽ പോയിക്കോട്ടെ മിസ്സേ വയറുവേദന എന്നൊക്കെ പറഞ്ഞാൽ മിസ്സ് വിടും. അപ്പോൾ ബോയ്സ് പറയും എന്താ ഗേൾസിന് വയറുവേദന എന്ന് പറയുമ്പോൾ വിടുന്നു, ഞങ്ങൾക്ക് ബോയ്സിന് അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴെന്തോ വലിയ സംഭവമായി, നമുക്ക് എന്തൊക്കെയോ സീക്രട്ട് അറിയാമെന്നുള്ള രീതിക്ക് നമ്മൾ ചിരിക്കും ആ ടൈമിൽ. പിന്നെ ബോയ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫുള്ള് സീക്രട്ടായിട്ട് തന്നെ വെച്ചുകൊണ്ടിരുന്നത് എന്തറിയോ, നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് എണീറ്റ് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ബോയ്സിൻ്റെ പീരീഡ്സിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ള ധാരണ നമുക്കുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചെക്കന്മാർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഒക്കെ പഠിച്ചവർ പൊട്ടന്മാരായിരുന്നു, അന്നൊന്നും അറിയില്ല എന്ന് എൻ്റെ ഒരു ധാരണ. പിന്നെ അങ്ങനെ സ്കൂളിൽ ഒന്ന് മെയിനായി. കാരണം നമുക്ക് പീരീഡ്സായി, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാൽ എനിക്ക് പീരീഡ്സായി. പിന്നെ അങ്ങോട്ടാണ് ബുദ്ധിമുട്ട് അറിയുന്നത്. ആ ടൈമിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് ആണ് നമ്മൾ ബുദ്ധിമുട്ട് അറിയുന്നത് ആക്ച്വലി. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് വെക്കേഷനിലായിരുന്നു ആയത്. ഒരു ജനുവരി മാസം, വെക്കേഷനിലല്ല, ജനുവരി മാസം, വെക്കേഷനല്ല കേട്ടോ, വെക്കേഷന് മുന്നേ ഫസ്റ്റ് ജനുവരിയില്ലേ, നമുക്ക് മാർച്ചിലല്ലേ വെക്കേഷൻ വരുന്നത്, അതിന് മുന്നെയാണ് എനിക്ക് പീരീഡ്സ് ആയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സ് ആയതിൻ്റെ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പെട്ടെന്ന് എൻ്റെ റിലേറ്റീവ്സിൽ ആരൊക്കെയൊക്കെ ഉണ്ട് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ പീരീഡ്സ് ആവും. അതൊക്കെ നോക്കുമ്പോൾ അത്ഭുതമാണ്. ഞാൻ വിചാരിക്കാം 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ പീരീഡ്സായി ഞാൻ എന്താക്കൂ, മണ്ണും ചിരട്ടയിലിട്ടിട്ട് ഇതും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളെല്ലാം എന്താക്കാനാണ് ആ ടൈമിൽ. 8ാം ക്ലാസ്സിനായത് പിന്നെയും, കാരണം നമ്മൾ സീനിയോറിറ്റി ഒരു ഫീലാവും. കാരണം UP സ്കൂൾ 7ാം ക്ലാസ്സിലെത്തിയെന്ന് പറഞ്ഞാലേ UP സ്കൂൾ സീനിയറാണ്, ഭയങ്കര സംഭവമായി എന്നുള്ള വിചാരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 8ാം ക്ലാസ്സിലെത്തുന്നു, വലിയ സ്കൂളിൽ പോകും, നമ്മൾ വലിയൊരാളായി എന്നുള്ളൊരു സമയത്തായത് എന്തായാലും നന്നായി. ആക്ച്വലി ഇപ്പം ഭയങ്കര വയറുവേദന കേട്ടോ. ഇപ്പം വിചാരിക്കാം പീരീഡ്സൊക്കെ എന്താ പറയുക, എല്ലാവരും അനുഭവം അങ്ങനെ ആയിരിക്കും. എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും വയറുവേദനയുണ്ട്. ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക നിലത്ത് കിടന്ന് ഉരുളാണ് ചെയ്യുന്നത്, അത്ര അവസ്ഥയാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്